ഹായ് എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരാൾക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് സൂചനകൾ, സൈനുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടാവും. മേ ബി ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ അറിയണം എന്ന്. അവരിപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവോ, അത് അവരവരുടെ ലൈഫുമായിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടാവോ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിക്കും. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ നോക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ അവർ ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ സൗണ്ട് കേൾക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയണം. അവർക്ക് പറ്റുന്നില്ല നിങ്ങൾ ഇല്ലാണ്ട്. മേ ബി നിങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നവരായിരിക്കാം, ഭയങ്കരമായിട്ട് നിങ്ങൾ അവരിൽ ഒരു എന്താ പറയുക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് മറക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നും. അത് എന്തായാലും ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവരെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു മിസ്ഡ് കോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചാൽ പറയും അത് അറിയാണ്ട് കോൾ വന്നാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ വിശ്വസിക്കണ്ട, നിങ്ങളുടെ നമ്പർ എടുക്കാണ്ട് കോള് വരില്ലല്ലോ, മിസ് കോൾ ആണെങ്കിലും വരില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാക്കി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആള് ശ്രമിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഹാപ്പി ആണോ, ഈ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, മ്യൂച്വൽ ഫ്രണ്ട്. ആ ഒരു ഫ്രണ്ടിനോട് ചിലപ്പോൾ നിങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടാവും, എന്താ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതാവസ്ഥ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അറിയാൻ പറ്റുന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ അറിയാൻ പറ്റുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചോദിച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റോറീസ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും അവർ ചിലപ്പോൾ വ്യൂ ചെയ്യുന്നുണ്ട്, മീൻസ് എല്ലാം അവർ നോക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ലൈക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിടുന്ന സ്റ്റോറി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. അതായത് നിങ്ങൾ സ്റ്റോറി ഇടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആള് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇപ്പം എങ്ങനെ പോകുന്നു എന്നറിയാനുള്ള ഒരു താല്പര്യം അവരിൽ കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ ഓർമ്മകൾ അവർ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങൾ, നിങ്ങളെടുത്തുള്ള ഫോട്ടോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവർ നിങ്ങൾക്ക് അയച്ചു തരും, ഷെയർ ചെയ്ത് തരും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പം അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരിപ്പോഴും ആ പഴയ ഓർമ്മയിലാണ് ജീവിക്കുന്നത്, മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത്. അതൊക്കെ മറന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ മേ ബി അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അതായത് അവർക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. ചിലർ ഡിലീറ്റ് ആക്കില്ല, എന്നാലും ആ ബ്രേക്കപ്പിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മിക്കവരും ഡിലീറ്റ് ആക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ റീൽസ് ഒക്കെ അയക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ അവരിതുമായി കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പോഴും അവർ ആ ഓർമ്മയിൽ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആള് ചിന്തിക്കേണ്ടത് എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കാണുന്ന സമയത്ത് അവരിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആൾ ഭയങ്കര നെർവസ് ആയിരിക്കും, അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളെ കണ്ടതിന്റെ സന്തോഷം ഭയങ്കരമായിട്ട് അവർക്കുണ്ടാവും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ആള് ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ നിങ്ങളെ കാണുന്ന സമയത്ത് ആളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ നോക്കുക. അപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, നിങ്ങളോട് ഒരു ദേഷ്യമുള്ള പോലെ ആൾ പെരുമാറില്ല, അപ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കും. ചിലപ്പോൾ അവർ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്, അത് വളരെ റയറായിട്ടേ ഉള്ളൂ. എന്നാലും സംസാരിക്കുമ്പോൾ അവർ കുറച്ച് നെർവസ് ആവുക, ടെൻഷൻ ആവുക, പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റ രീതി കാണുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കാണാൻ ആള് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്.
അതായത് ചിലപ്പോൾ അവർ നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടാവും, നമുക്കൊന്നുകൂടി സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റണല്ലേ ഉള്ളൂ. ആ രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യും. നിങ്ങളെ പറഞ്ഞ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും. അതായത് ആൾക്ക് ആഗ്രഹമുണ്ട് ഒന്ന് പാച്ചപ്പ് ആവണം എന്നുള്ളത്. അത് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർ പറയും, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാലോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടി തരുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് വീണ്ടും ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനമായിരിക്കാം, നിങ്ങളെ മറക്കാൻ പറ്റാത്തതായിരിക്കാം, ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ അവർ അത്രയും അഡിക്റ്റ് ആയിരുന്നിരിക്കാം. അപ്പം അങ്ങനെ അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പിക്കുക അവരിപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലാണ്. പക്ഷേ ഇതിൽ ഇപ്പം ഒരൊറ്റ കാര്യം നോക്കിക്കൊണ്ട് ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആർക്കും പൂർണ്ണമായിട്ടും ആരെയും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ കുറേ മാസങ്ങളും വർഷങ്ങളും എടുത്താലും കഴിഞ്ഞോന്ന് വരില്ല. കാരണം നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാളെ നമുക്ക് എന്തായാലും മറക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതിയാവും. അപ്പം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയുക ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ. ഞാൻ നിങ്ങൾ തിരിച്ചു പോകണമെന്നൊന്നും പറയില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികൾ പറഞ്ഞതെന്ന് മാത്രം. ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്, ആ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ എക്സിനെ തിരികെ കൊണ്ടുവരാനും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ വേണ്ട ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്